തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 4 പേർക്ക് ഗുരുതര പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലും ഇടിച്ചു. റിനു ശ്രീധർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. റിനു, ഇതെങ്ങനെയാണ് അപകടമുണ്ടായത്? എന്തൊക്കെയാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്? റിനു, ിലേക്ക് ഈ കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാൽനട യാത്രക്കാരികളായിട്ടുള്ള 2 സ്ത്രീകളും അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുമാണ് പരിക്കേറ്റത്. അതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നില 3 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ദൃക്സാക്ഷികളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ ഉടൻ തന്നെ പോലീസും ഈ ഡ്രൈവർമാർ ഉൾപ്പെടെ ഉള്ളവർ ആശുപത്രിയിലേക്ക് മാറ്റി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റി. സ്ത്രീകളുടെ നിലയും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ജനറൽ ആശുപത്രി ചാക്ക ഭാഗത്ത് നിന്ന് പാളയത്തിലേക്ക് വന്ന ഓട്ടോ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഷെവർലെറ്റ് കാറാണ്. KL 43B 6638 എന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണുനാഥ് എന്ന് പറയുന്ന വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഈ കാർ ഓടിച്ചിരുന്നത്. അയാളെ പോലീസ് സ്പോട്ടിൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ദൃക്സാക്ഷികൾ അടക്കം ഈ സംഭവ സ്ഥലത്തുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? ഒരു അരമണിക്കൂറായത്. എന്താ സംഭവിച്ചെന്താ? ആ കാർ ഓടി വന്ന് ഇവിടെ ഓട്ടോ വരാൻ വന്ന ആളിനെ ഇടിച്ച് അവരുടെ നില ഇപ്പൊ എങ്ങനെയാണ്, എന്താണ് അറിയാൻ കഴിയുന്നത്? 2 പേരും ഗുരുതരമാണ്. അത് ഓട്ടോ ഡ്രൈവർമാരാണ്. 2 പേരും ഗുരുതരം. വന്ന ആ സ്ത്രീ ഗുരുതരം. അവിടെ റിനു ശ്രീധറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ് ഈ സംഭവമുണ്ടായത്. കാർ നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 4 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് അവിടെ നിന്ന ആളുകൾ പറയുന്നു. നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട് ഓട്ടോറിക്ഷയിലേക്കും ഇടിക്കുകയായിരുന്നു. റിനു ശ്രീധർ വീണ്ടും ചേരുന്നു. റിനു, എന്താണ് അവിടെയുള്ള ആളുകൾ നൽകുന്ന മറ്റു വിവരങ്ങൾ? റിനു, അതായത് 3 ഓട്ടോ ഡ്രൈവർമാർക്കാണ് പരിക്കേറ്റതായി ഇവർ പറയുന്നത്. ഉന്മേഷ്, ഇതിൽ 2 പേരുടെയും നില അതീവ ഗുരുതരമാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഒപ്പം ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ മെഡിക്കൽ പരിശോധനയ്ക്ക് അയാളെ വിധേയമാക്കി എന്നുള്ളതാണ് നമുക്ക് കണ്ടോൺമെന്റ് CIയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഓട്ടോ ഡ്രൈവർമാരുടെ നില അവർ പറയുന്നു അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് കമ്പിവേലി, അതായത് കമ്പി വെച്ചുള്ള ഒരു ഡിവൈഡർ ആയിരുന്നു. ഇതിനകത്താണ് ഈ ഓട്ടോ സ്റ്റാൻഡും അതുപോലെ തന്നെ ഈ കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഈ ഡിവൈഡർ പൂർണ്ണമായും ഇടിച്ചു തകർത്താണ് ഈ ഷെവർലെറ്റ് ബീറ്റ് കാറ് ഇവിടേക്ക് വന്നത്. വലിയ വേഗതയിലായിരുന്നു. ഇവിടെ ഒരു സിഗ്നൽ സംവിധാനം കൂടി ഉള്ള സ്ഥലമാണ്. ആ സിഗ്നൽ സംവിധാനം ഉണ്ടായിരുന്നു, പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഈ വാഹനം അമിത വേഗതയിലേക്ക് ഇവിടെ പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് ഈ കമ്പിവേലി എല്ലാം ഇടിച്ചു തകർത്തുകൊണ്ടാണ് ഈ ഷെവർലെറ്റ് കാറ് ഈ ഫുട്പാത്തിലേക്ക് കയറുന്ന ഒരു സാഹചര്യം. ഫുട്പാത്തിന് ഇപ്പുറത്താണ്, അകത്തുവശത്താണ് ഈ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോയ്ക്ക് സമീപം ഓട്ടോയിൽ കയറാൻ വന്ന സ്ത്രീകളെയും ഈ ഡ്രൈവർമാരെയുമാണ് ഇടിച്ച് ഈ കാർ തെറിപ്പിച്ചത് എന്നുള്ളതാണ്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെയും നില അതീവ ഗുരുതരം എന്നുള്ളതാണ്. വിഷ്ണുനാഥ് എന്ന് പറയുന്ന വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഈ കാർ ഓടിച്ചിരുന്നത്. ഇയാളെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു ഓട്ടോ ഡ്രൈവറെ ജനറൽ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് വലിയ ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മറ്റ് 2 പേരുടെയും നില അതീവ ഗുരുതരമാണ് എന്നുള്ളത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഏകദേശം 15 മിനിറ്റ് മാത്രം 20 മിനിറ്റ് മാത്രമാണ് ഈ ഒരു അപകടം നടന്നിട്ട് ആകുന്നത്. അതിനിടയിൽ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും കണ്ടോൺമെന്റ് പോലീസും സ്ഥലത്തെത്തി സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഉന്മേഷ്, ശരി. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിക്ക് മുൻപിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഫുട്പാത്തിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. 4 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.